വീണ്ടും ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവ് നമുക്ക് നൽകുന്ന നല്ല അവസരത്തിന് അറിയാൻ കർത്താവിന് സ്തോത്രം. നാം എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യേണ്ടതിനും കുറേയേറെ നല്ല കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിന് അത് വലിയ വ്യത്യാസം വരുത്തേണ്ടതിന് വേണ്ടി നമുക്കൊക്കെ ദൈവസന്നിധിയിൽ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയിൽ അല്ലെങ്കിൽ യേശു കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എക്സ്പ്ലിസിറ്റായിട്ട് വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. 7-ാം അധ്യായത്തിൽ കർത്താവ് തന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആ നീരുറവയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. അന്ന് കർത്താവ് അവരോട് പറയുന്ന ആ 14-ാം അധ്യായത്തിൽ, പിന്നെ അതിൻ്റെ 16-ാം അധ്യായത്തിലും പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. 15-ാം അധ്യായത്തിലെ ബൈഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ച് കർത്താവ് പറയുകയാണ്. 14, 15, 16, 17 ആ 16-ാം അധ്യായത്തിലും കർത്താവ് സംസാരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 14-ാം അധ്യായത്തിൽ ഈ 14-ാം അധ്യായം വളരെ പ്രസക്തമായ ഒരു അധ്യായമാണ്. D.L. മൂഡിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു അധ്യായമാണ് 14-ാം അധ്യായം എന്ന് പറയാറുണ്ട്. അദ്ദേഹം ഒരിക്കൽ അമ്മയ്ക്ക്, ഞാൻ D.L. മൂഡിയെക്കുറിച്ചൊരു ബുക്ക് ചെയ്തതുകൊണ്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒത്തിരി കത്തുകളൊക്കെ ഇങ്ങനെ വാസ് റീഡിങ് മെനി ഓഫ് ഹിസ് ബുക്സ്. അദ്ദേഹം അമ്മയ്ക്ക് ഒരു കത്ത് എഴുതിയത് പ്രധാനപ്പെട്ട ഒരു കാര്യം അനിയനെക്കുറിച്ചാണ്. അനിയനെക്കുറിച്ചുള്ള വലിയ കൺസേണാണ്. അനിയൻ ഇടയ്ക്ക് ചീട്ട് കളിക്കാനൊക്കെ പോകും. ഒന്ന് അമ്മയോട് പറയണം, അവനൊരിക്കലും ചീട്ട് കളിക്കാൻ പോകരുത്, അതൊക്കെ ഗാംബ്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന് വിരുദ്ധമാണ്. അവനോട് എല്ലാ ദിവസവും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം വായിക്കാൻ പറയണം. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അതെനിക്ക് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം കുറെ കൂടെ ആഴത്തിൽ നോക്കാനായിട്ട് ഉള്ള ഒരു വലിയ ഉൾപ്രേരണ നൽകിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 2 വ്യക്തികളുടെ ആഗമനത്തെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത് അതിൻ്റെ 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ കംഫർട്ട്, 30-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഇനി ഞാൻ നിങ്ങളോട് വളരെ സംസാരിക്കയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകം അറിയട്ടെ, എഴുന്നേൽപ്പീൻ, നാം പോകാം. അപ്പോൾ 14-ാം അധ്യായം എന്ന് പറയുന്നത് ഇതിനു ശേഷം ഗത്സമനിയിലേക്ക് കർത്താവ് പോവുകയാണ്. 15-ഉം 16-ഉം അധ്യായങ്ങൾ, അല്ലെങ്കിൽ 15-ഉം 16-ഉം 17-ഉം അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് യേശുവിൻ്റെ തോട്ട്സ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ 14-ാം അധ്യായത്തിൻ്റെ ഏറ്റവും കൂടുതൽ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? എഴുന്നേൽപ്പിൻ, നാം പോകാം. അപ്പോൾ അതിനു മുമ്പായി 2 വ്യക്തികളെ കർത്താവ് പറയുന്നത്. ഒന്ന് ആരാണെന്ന് ആണ് കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ്. രണ്ടാമത് പറയുന്ന ആരെക്കുറിച്ചാണ്? ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് അവനുമായിട്ട് അവന് എന്നോട് ഒരു കാര്യവുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഹാസ് നോ ഗ്രിപ്പ് ഓവർ മീ, അവൻ എൻ്റെ മേൽ യാതൊരു ഗ്രിപ്പും ഇല്ലെന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ പ്രഭുവിന് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല, അല്ലെങ്കിൽ എൻ്റെ മേലൊരു ഗ്രിപ്പില്ല. നമ്മൾ ഈ സാധാരണ പറയാറുണ്ട്, ഈ ഗുസ്തിക്കാരും ഒക്കെ ഈ ദേഹത്ത് എണ്ണ തേച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് എന്താണ് പിടിച്ചാൽ എന്ത് ചെയ്യത്തില്ല, ഗ്രിപ്പ് കിട്ടത്തില്ല, ഊരിങ്ങ് പോരും എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നാം ഗത്സമനയിലേക്ക് പോകുന്നു, ആൻഡ് ഇൻ നോ ടൈം ഐ ഗോ ടു കാൽവറി ആൻഡ് ഐ എം ഗോയിങ് ടു ബി ഐ കെയിം ഹിയർ ടു ഡൈ ഫോർ യു ആൻഡ് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. ഞാനിവിടെ വന്നു തന്നെ മരിക്കാൻ വേണ്ടിയാണ്. മരിച്ച് ഞാൻ പാതാളത്തിലേക്ക് പോയാൽ ലോകത്തിൻ്റെ പ്രഭുവിന് എൻ്റെ മേൽ ഒരു ഗ്രിപ്പും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു വരുമെന്നാണ്. കാരണം യേശു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെതായ യാതൊരു കാര്യവും ആരുടെയും ഇല്ലായിരുന്നു, യേശുവിൻ്റെ ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അവൻ അതിനു വേണ്ടി അവകാശം പറഞ്ഞിരുന്നു, എന്തെങ്കിലും ഒന്ന്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് യേശു കർത്താവിൻ്റെ, ഞാനിത് ഇപ്പോൾ പറയാൻ കാര്യം, ഇനി നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഇത് വളരെ പ്രസക്തമാണ്. യേശു കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് പിശാചിൻ്റെതായ ഒന്നും അവനിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. എന്തെങ്കിലും പ്രവേശിച്ചിരുന്നെങ്കിൽ യേശു കർത്താവ് പാതാളത്തിൽ നിന്ന് പുറത്തോട്ട് വരത്തില്ലായിരുന്നു. അവന് എന്നോട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പിശാചിന് അവനെ പിടിച്ചു വെക്കാൻ കഴിയാഞ്ഞത്, പാതാളത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിയാഞ്ഞത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുന്നു.
പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് 2-3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന്, നിങ്ങളുടെ പാപപ്രവൃത്തികളെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് ബോധ്യം വരുത്തും. 2, നിങ്ങളുടെ പാപത്തിൻ്റെ ഫൗണ്ടൻ, അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ പാപം നിങ്ങൾ പാപം ചെയ്തതുകൊണ്ട് അങ്ങനെ പാപിയായി തീരുകയല്ല. ദർ ഇസ് എ ഫൗണ്ടൻ വിതിൻ യു. ഒരു സിൻഫുൾ നേച്ചർ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പാപത്തിൻ്റെ പിടിയിലാണ്. നമ്മുടെ ശരീരത്തിൽ പോരാടുന്ന പാപത്തിൻ്റെ ഒരു നിയമം നമ്മൾ റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന, ഞാൻ നന്മ ചെയ്യണം ഇച്ഛിക്കുമ്പോഴും എനിക്കതിന് കഴിയാത്ത നിലയിൽ ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എന്നുള്ളതല്ല, അതിനുവേണ്ടിയുള്ള ഒരു അടിമത്തം, എ സിൻഫുൾ നേച്ചർ. ആ പാപ നേച്ചർ, പാപത്തിൻ്റെ സ്വഭാവത്തെ അല്ലെങ്കിൽ പാപ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ കാണും. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ദി സിൻ ഓഫ് ഫോൾസ് റൈച്ചിയസ്നെസ്. അത് പിന്നെ അതിനേക്കാളും കൂടുതൽ അപകടമാണ്. നമ്മൾ പാപിയാണെന്നും നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെന്നും പാപിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ബേസിക്കലി വി ആർ ലീഗലിസ്റ്റ്. അതുകൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ? ഏതെങ്കിലുമൊക്കെ നിലയിൽ ഇതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ അത് കൂടുതൽ അഭിനയത്തിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇനിയിപ്പോൾ മറ്റൊരു പാപത്തെക്കുറിച്ച് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് 16-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ, അവർ എന്നിൽ, 8-ാം വാക്യം മുതലൊന്ന് വായിച്ച്, അവിടെ 3 കാര്യങ്ങളും 3-നും ഓരോ റീസൺ പറയുന്നു. അവർ എന്നിൽ വിശ്വസിക്കായ കൊണ്ട് പാപത്തെക്കുറിച്ചും. അപ്പോൾ പാപത്തെക്കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? യേശുവിൽ വിശ്വസിക്കാതിരിക്കുന്നു എന്ന് പറയുന്ന പാപം. അവർ എന്നിൽ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട്, ഇല്ലേ, ആ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തും. ആ പാപത്തെക്കുറിച്ച്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്ന പാപം, ഇവിടെ പാപപ്രവൃത്തികൾ, പാപ സ്വഭാവം, കപടനീതി എന്നിവയൊക്കെ അപ്പുറത്ത് ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ പാപപ്രവൃത്തികൾ മുന്നിൽ കൊണ്ടുവരുമ്പോൾ ദ സിൻ ഓഫ് അൺബിലീഫ് എന്നാണ് ഇവിടെ പറയുന്നത്. സിൻ ഓഫ് അൺബിലീഫ്, 4ാമത്തെ ഒരു പാപത്തെക്കുറിച്ച് അവൻ നമുക്ക് ബോധ്യം വരുത്തുകയാണ്. ഇവിടെ എന്താണ് വിശ്വാസം? എന്താണ് ഈ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്നിൽ വിശ്വസിക്കായിക്കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിവിടെ പറയുന്നതിനാണ് ചിന്തിച്ചേക്കാം. കാര്യം വിശ്വാസികളെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസികളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിച്ചേക്കാം. ഉണ്ട്. പക്ഷെ എന്താണ് നമ്മുടെ വിശ്വാസം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു ശരിയായിട്ടുള്ള ഒരു ചിന്തയോ ധാരണയോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മളിൽ മിക്കവരും വിശ്വസിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ജീസസിലാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അവൻ ഭൂമിയിൽ ജീവിച്ചു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു. കുറെ കൂടെ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. അതിനേക്കാളും കുറച്ചുകൂടെ വേദോസമൊക്കെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് അവൻ മടങ്ങി വരും. ഇപ്പോൾ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ മടങ്ങി വരുമ്പോൾ വിശ്വസിക്കുന്നവരായ നമ്മളെ എല്ലാവരെയും ചേർക്കാനായിട്ട്, കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനായിട്ട് കർത്താവ് മടങ്ങി വരും. അത് കഴിഞ്ഞ് നമ്മൾ അവനോടുകൂടെ ആയിരിക്കും. പിന്നെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പല പല കാര്യങ്ങളെക്കുറിച്ച് വന്നുണ്ട്. മില്ലീനിയത്തെക്കുറിച്ചും അതിനുശേഷമുള്ള വർഷത്തെക്കുറിച്ചും എല്ലാം നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം വിശ്വസിച്ചിട്ടുള്ള ആളുകൾ അല്ലേ നമ്മൾ? അപ്പം നമ്മളെ വിശ്വാസികളെന്ന് വിളിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ലല്ലോ. പിന്നെന്താണ്? യേശുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട്, അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് പറയാൻ കാര്യം. നമ്മൾ വേദപുസ്തകം വായിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്, പ്രസംഗം കേട്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ നമുക്കുള്ള വിശ്വാസങ്ങൾ, ഈ പറഞ്ഞ വിശ്വാസമൊക്കെ പിശാചിൻ്റെ വിശ്വാസത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത വിശ്വാസമാണ്. കാര്യം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെക്കാളും നന്നായിട്ട് ആര് വിശ്വസിക്കുന്നുണ്ട്? പിശാച് വിശ്വസിക്കുന്നുണ്ട്. നമ്മളെക്കാളും നന്നായിട്ട് വേദപുസ്തകം വിശ്വസിക്കുന്നത് പിശാച്, അതിന് യാതൊരു സംശയമില്ല. നമ്മളെക്കാളും നന്നായിട്ട് വേദപുസ്തകം വിശ്വസിക്കുന്നത് പിശാചാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അവൻ വേദപുസ്തകത്തിലുള്ള സകല കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് യാക്കോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 19-ാം വാക്യത്തിൽ അവിടെ കാണുന്നു, ദൈവം ഏകനിൽ നിന്ന് വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. നമുക്ക് വിറയിലില്ല, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ വിറയ്ക്കൂടെ. ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോഴേ അവൻ എന്താണ്? വിറയിലുമുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസമാണ് അവൻ്റെ വിശ്വാസമാണ് കുറേ കൂടെ നല്ലത്. ഇത് വെച്ച് നോക്കുമ്പോഴത്തെ പിശാചിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം അത്ര വലിയ കാര്യമുള്ള വിശ്വാസമൊന്നും അല്ലെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനേക്കാളും വലിയ വിശ്വാസമൊന്നും ഇന്ന് നമ്മൾ നല്ലൊരു ശതമാനം ആളുകൾക്കും
ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ സഭകളിൽ ഇത് വലിയൊരു വിശ്വാസം നമ്മൾ പറയുന്നുമില്ല. ഞാനീ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് കന്യാമറിയാമിൽ ജന്മമെടുത്തുവെന്നും ഇവിടെ ജീവിച്ചെന്നും പരിശുദ്ധനായി ജീവിച്ചുവെന്നും മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും സ്വർഗത്തിൽ കയറിപ്പോയെന്നും കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി വീണ്ടും വരുമെന്നും പറയുന്ന ഒരു വ്യക്തിയെ നമ്മുടെ സഭയിൽ ചേർക്കാൻ നമുക്ക് വല്ല പ്രയാസമുണ്ട്? ഇത്രയും കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളെ നമ്മുടെ സഭയിൽ ചേർക്കാൻ വല്ല വ്യത്യാസമുണ്ട്? ഇല്ല. ഇത്രയും വിശ്വസിക്കുന്ന ഒരാളെ സ്നാനപ്പെടുത്താൻ നമുക്ക് വിശ്വാസം എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇല്ല. പക്ഷേ ഈ വിശ്വാസത്തെക്കുറിച്ച് യാക്കോബ് പറയുന്നത് വ്യർത്ഥ മനുഷ്യ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത്. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, യു ഷാലോ മാൻ. കാര്യത്തിന്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാതെ ഉപരിതലത്തിൽ കിടന്ന് കളിക്കുന്ന മനുഷ്യ എന്നാണ് പറയുന്നത്. അതായത് നമ്മളുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ഉപരിതലത്തിലെ വിശ്വാസമേ ഉള്ളൂ. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതൊക്കെ നമുക്കെന്തുണ്ട്? വിശ്വാസമുണ്ട്. ഇനി അതല്ല വേദപുസ്തകത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പ്രയാസവുമില്ല. പക്ഷേ ഈ കാര്യങ്ങൾ വിശ്വാസമല്ല, വേദപുസ്തക പ്രകാരമുള്ള വിശ്വാസമല്ലെന്ന് അവിടെ യാക്കോബ് പറയുന്നത് വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നീ വിശ്വസിക്കുന്നത് കൊണ്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വഴക്കുണ്ടാക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. നിനക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? കാരണം ഈ വിശ്വാസം ആർക്കും ഉള്ളതാണ്, പിശാചിനും ഉള്ളതാണ്. ഫെയ്ത്ത് അപ്പാർട്ട് ഫ്രം വർക്ക് ഈസ് ബാരൻ. ബാരൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഫലം പുറപ്പെടുവിക്കാത്തതാണ്, പ്രയോജനമുണ്ടാകാത്തതാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മളെല്ലാം പറയുന്നത്. അബ്രഹാം വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ യാക്കോബ് ചോദിക്കുകയാണ്, അബ്രഹാം വിശ്വസിച്ചെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? അബ്രഹാം വിശ്വസിച്ചെന്നുള്ളതിന്റെ തെളിവ് സ്വന്തം പുത്രനെ യാഗമായി അർപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ദൈവം അവനോട് പറഞ്ഞ കാര്യത്തെ ചോദ്യം ചെയ്യാതെ അവൻ അനുസരിച്ചു. വെറുതെ കൈ ഉയർത്തി വിശ്വസിക്കുകയൊന്നും അല്ലായിരുന്നു. അവൻ പറഞ്ഞത്, നീ അത്യുന്നതനെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എന്നെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എൻ്റെ മക്കൾക്ക് ഈ ദേശം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണങ്ങളുടെ 20 പട്ടിക നമ്മൾ കാണാതെ പഠിച്ചിട്ട് അത് പറയുകയല്ലായിരുന്നു അവൻ ചെയ്തത്. അവനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ യാഗമർപ്പിക്കുക. അവൻ അത് അന്നേരം തന്നെ അനുസരിച്ചു. അവൻ വില കൊടുത്തു. അവൻ്റെ പ്രവൃത്തിയിലൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അവൻ വിശ്വസിച്ചു, അവൻ അനുസരിച്ചു. അനുസരണമില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്. വേദപുസ്തകത്തിൽ പറയുന്ന എല്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് പറയുന്നതിൽ മാത്രം കാര്യമില്ല. പിശാച് നിങ്ങളെക്കാൾ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്, അവൻ വിറയ്ക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ പ്രശ്നം അവൻ ഭയപ്പെടുന്നുണ്ടെങ്കിലും അവൻ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. പിശാചും വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മളും അവിശ്വാസിയാണ്. നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേദപുസ്തകം അനുസരിക്കാതെ വേദപുസ്തകത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പെന്തക്കോസ്ത് ആശയങ്ങളും പ്രതീക്ഷ എന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്നുണ്ട്. ഇഫ് യു വാണ്ട് ഐ ക്യാൻ ഗിവ് എ കോപ്പി. അപ്പോൾ അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾക്ക് ഈ ഓവർ എംഫസിസ് ഓൺ ഡോഗ്മാസ്, നമ്മുടെ ഉപദേശങ്ങളിലുണ്ടായ ആ ഒരു ഓവർ എംഫസിസ് കൊണ്ടുള്ള പ്രശ്നം.